ബിസ്മില്ല, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പെർഫെക്റ്റ് കായ് പോള. അപ്പോൾ ഈസി ആൻഡ് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയൊരു കായ് പോള എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നല്ല പഴുത്ത കായ് എടുത്ത് നല്ല രീതിയിൽ വൃത്തിയായി നമുക്ക് കട്ടാക്കിയെടുക്കാം. ഈ കായ്പോളയില്ലേ, ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിനിട്ട് പക്ഷെ ഒന്നും സക്സസ് ആയില്ല. എല്ലാം ഒന്നും പൊട്ടിപ്പോവും. ഇങ്ങനെ മറിച്ചിടുന്ന സമയത്ത് എല്ലാം ഒന്നും പൊടിയായി പോവും. പക്ഷെ അന്ന് ആ സമയത്ത് നമ്മൾ എന്തുണ്ടാക്കിയാലും അതൊക്കെ ഫെയിലായപ്പോൾ നമ്മളതിനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ നോക്കുമല്ലേ. അപ്പോൾ അതുപോലെ ശരിയാക്കി എടുത്ത ഒരു റെസിപ്പിയാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് നമ്മളെ കമൻറ്റിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ചരിത്രം കേൾക്കാം. മഹ്ശറത്തിൽ വിചാരണയ്ക്ക് ശേഷം എല്ലാവരുടെയും കർമ്മങ്ങൾ മീസാൻ എന്ന തറാസിൽ തൂക്കപ്പെടും. അതെല്ലാവർക്കും അറിയാം. നല്ല കാര്യങ്ങൾ ചെയ്തവർ ദുഷ്കൃത്യങ്ങൾ ചെയ്തവർ നരകത്തിലേക്കും എന്ന് എല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യൻ്റെ സത്കർമ്മത്തിൻ്റെ തുലാസ് കുറവായി, ദുഷ്കൃത്യങ്ങൾ ചെയ്ത തുലാസ് കൂടി. അന്നേരം ആ മനുഷ്യൻ സങ്കടപ്പെട്ടു. ആ സമയത്ത് ഒരു സുന്ദരനായൊരു യുവാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. കയ്യിൽ ഒരു കവറും ഉണ്ടായിരുന്നു. ആ കവറിനടുത്ത് സത്കർമ്മത്തിൻ്റെ തുലാസിലേക്ക് ഇട്ടപ്പോൾ ആ സത്കർമ്മം കൂടി. അന്നേരം അയാൾ ചോദിച്ച്, പരാജയപ്പെടുന്ന സമയത്ത് എന്നെ ആകാൻ കാരണകർത്താവായ ആൾ നിങ്ങൾ ആരാണ്? എവിടെ നിന്നാണ്? ആ കവറിൽ എന്താണ് ഉണ്ടായിരുന്നത്? അപ്പോൾ അവർ പറയുന്നു, ഞാൻ നിൻ്റെ പ്രവാദി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന്. അപ്പോൾ കവറിലുണ്ടായിരുന്നത് നീ ദുനിയാവിൽ എനിക്ക് വേണ്ടി പറഞ്ഞ സ്വലാത്തുകളായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പം നമുക്ക് നല്ല ചൂടായ പാനിലോട്ട് എണ്ണയോ നെയ്യോ എന്ത് യുവർ ചോയ്സ് അത് ഒഴിക്കാം. എന്നിട്ട് അപ്പോൾ നമുക്ക് കാഷ്യൂം കിസ്മിസും വറുത്തെടുക്കാം നല്ല രീതിയിൽ. എന്നിട്ട് നമുക്ക് അതേ പാനിലോട്ട് നേന്ത്രപ്പഴം കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്, ഇതിന് 2 പേരുണ്ടല്ലേ, നേന്ത്രപ്പഴം എന്ന് പറയും, ഏത്തപ്പഴം എന്ന് പറയും. നമ്മൾ നേന്ത്രപ്പഴം എന്ന് പറയാം. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ വറുത്തെടുക്കുക. നല്ല ഒന്ന് കളറ് ആ ചൊയയും പച്ച മണം ഒന്ന് മാറി കിട്ടണം. ഇത് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ആറിയതിന് ശേഷം നമുക്കെടുത്ത് യൂസാക്കാം. ഇനി നമുക്ക് 4 മുട്ട എടുക്കാം. ഒരു ബൗളിലോട്ട് ഈ 4 മുട്ട ഉടച്ച് ഒഴിക്കാം. അപ്പോൾ മുട്ടയിലോട്ട് എസൻസ് ഒരു 2-3 ഡ്രോപ്പ് എസൻസ് ഒഴിക്കാം. ഇല്ല ഏലക്ക
പൊടി ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഒഴിക്കാം, അതും ഇടാം പൊടി. എന്നിട്ട് നമുക്ക് ഷുഗർ ഇടാം. ഒരു 5.5 സ്പൂണ് ഷുഗർ കറക്റ്റ് ഉണ്ടായിരുന്നു. ഇത് പെർഫെക്റ്റ് മധുരം ഉണ്ടായിരുന്നു. ഇനി ഈ മുട്ടയിൽ നമുക്ക് രണ്ട് സ്പൂണും ഒരു 1/2 സ്പൂണും ഗോതമ്പ് പൊടി ഇടാം. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം. നമുക്കിതിനെ മുട്ടയുടെ മിക്സിനെടുത്ത് മിക്സിയിലിട്ടിട്ട് നല്ല രീതിയിൽ അടിച്ചെടുത്താൽ ഒരു 5 മിനിറ്റ്സ്, ഒരു 2 മിനിറ്റ്സ് അടിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ബ്ലെൻഡറിൽ അടിച്ചെടുത്ത്. നല്ല രീതിയിൽ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കായ് നമുക്കതിലോട്ടിടാം. എന്നിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക. പാൻ നല്ല രീതിയിൽ അടുപ്പിൽ വെച്ച് നല്ല രീതിയിൽ ചൂടാക്കി എടുക്കുക. ഈ സമയത്ത് പാൻ ചൂടായതിന് ശേഷം ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കാം. നെയ്യ് എല്ലാ സ്ഥലത്തും ഒന്ന് എത്തിച്ച് കൊടുക്കുക നല്ല രീതിയിൽ. എന്നിട്ട് നമുക്ക് ആ മാവ് അതിലോട്ട് ഒഴിക്കാം. മുട്ടയും കായും എല്ലാം അതിലോട്ട് ഒഴിക്കാം. എല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും നല്ല രീതിയിൽ ഒന്ന് മേലെ വെച്ച് കൊടുക്കാം. കാണാനൊരു ഭംഗിയുള്ള രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ്സ്, കുറച്ച് ഒരു 2 മിനിറ്റ്സ്, ഒരു 3 മിനിറ്റ്സ് മാത്രം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്, എന്നിട്ട് നമുക്ക് ആ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സിമ്മിൽ വെക്കാം. ഒരു 20 മിനിറ്റ്സ്, 20 ഒന്നും വേണ്ട, ഒരു 15 to 20 മിനിറ്റ്സ്. നമുക്ക് വെന്താൻ നോക്കിയിട്ട് കണ്ടപ്പോൾ അറിയുമല്ലോ വെന്തിന്. അപ്പോൾ നമുക്ക് ഒന്ന് ഫ്ലിപ്പാക്കി കൊടുക്കുക, മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ മറിച്ചിട്ട് നല്ല രീതിയിലായി കിട്ടിയപ്പോൾ നമുക്കെടുത്ത് സെർവ് ആക്കാം. മാഷാ അല്ലാ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇൻഷാ അല്ലാ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം ഇൻഷാ അല്ലാ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ ദുആയിൽ ഉൾപ്പെടുത്താം. ബൈ ബൈ.